നമ്മളൊക്കെ വളരെ ഭീതിയോടെ കേൾക്കുന്ന ഒരു വേർഡാണ് ക്യാൻസർ എന്നത്, അല്ലേ? മാനവരാശിക്ക് ഇത്രയധികം പ്രതിസന്ധി സൃഷ്ടിച്ച മറ്റൊരു അസുഖം ഇല്ല എന്ന് തന്നെ പറയാം, അല്ലേ? മിക്ക രാഷ്ട്രങ്ങളും ഒരുപാട് ഫണ്ട് ചിലവഴിക്കുന്നത് ക്യാൻസർ നിർണ്ണയത്തിനും ചികിത്സയ്ക്കുമുള്ള പലതരം ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? കഴിഞ്ഞൊരു 10-20 വർഷം എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ നിർണ്ണയത്തിനും അല്ലെങ്കിൽ ചികിത്സയ്ക്കും ഒരുപാട് പുതിയ മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞെന്നും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ മരുന്നുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്നതും വളരെ ആശാവഹമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പ്രഖ്യാപനം നടത്തി. അവർ ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചുവെന്നും ഒരു പടി കൂടി കടന്നിട്ട് അത് സൗജന്യമായിട്ട് അടുത്ത വർഷം തന്നെ ജനങ്ങളിൽ എത്തിക്കും എന്നായിരുന്നു ആ പ്രഖ്യാപനം. We have come close to creating so-called oncovaccines, vaccines against cancer, and a new generation of immunomodulatory drugs. ഈ പ്രഖ്യാപനത്തെ വളരെയധികം പ്രതീക്ഷയോടെയാണ് ലോകം നോക്കിക്കണ്ടത്. കാരണം ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ എന്ന് പറയുന്നത് അത്രമാത്രം പ്രതീക്ഷാവഹമാണ്. അതിനെ തുടർന്ന് പല മാധ്യമങ്ങളും പല തലക്കെട്ടുകളായി ഈ വാർത്ത പ്രചരിപ്പിക്കാൻ തുടങ്ങി. റഷ്യയുടെ രക്ഷാകവചം, അല്ലെങ്കിൽ റഷ്യയ്ക്ക് ലോകത്തിൻ്റെ സമ്മാനം, അല്ലെങ്കിൽ ഇനി ക്യാൻസറിനെ പേടിക്കേണ്ടതില്ല എന്ന പേരിൽ. അപ്പോൾ പൊതുജനങ്ങളിൽ പലപ്പോഴും ഒരു സംശയം ഉണ്ടാക്കി, ഈ ഒരൊറ്റ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇനി ക്യാൻസർ വരാതിരിക്കുമോ, അല്ലെങ്കിൽ എന്ത് ക്യാൻസറിനുള്ളതാണ് ഈ വാക്സിൻ? മാത്രമല്ല റഷ്യ വികസിപ്പിച്ചെടുത്താണ്, അതുകൊണ്ട് എന്തായാലും ഇന്ത്യക്ക് ഉടൻ തന്നെ അത് കിട്ടും. അങ്ങനെ പലരും വാക്സിൻ എടുക്കാൻ റെഡിയായി നിൽക്കുകയും ആണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇത്രയധികം പ്രതീക്ഷയോട് കൂടി നമ്മൾ കാത്തിരുന്ന മറ്റൊരു വാക്സിൻ ഉണ്ടായിരുന്നു, കോവിഡ് വാക്സിൻ, അല്ലേ? നമ്മളെല്ലാവരും കോവിഡ് ബാധിച്ച് അല്ലെങ്കിൽ കോവിഡിൻ്റെ പേരിൽ വീട്ടിൽ അടച്ചിട്ടപ്പോൾ നമ്മൾ വിചാരിച്ച് എങ്ങനെയെങ്കിലും ഒരു വാക്സിൻ കണ്ടുപിടിച്ച് ആ വാക്സിൻ എടുത്താൽ നമുക്ക് പുറത്തിറങ്ങി കിടക്കാം. അങ്ങനെ പല പല പരീക്ഷണങ്ങൾ നടന്നു. അങ്ങനെ അവസാനം വാക്സിൻ കണ്ടെത്തി. അന്നും മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു പ്രചരിപ്പിച്ചത്. അതിനുശേഷം എന്താ, എല്ലാവരും കോവിഡ് വാക്സിൻ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ മാറിയത്. ഈ കോവിഡ് വാക്സിൻ എടുത്ത ശേഷം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ കോവിഡ് വാക്സിൻ മൂലമാണ് എന്നുള്ള ഒരു അനാവശ്യ വാക്സിൻ ഭീതി ജനങ്ങളിൽ എത്തിച്ചതും ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. കോവിഡ് വാക്സിൻ എടുത്ത ശേഷം പലർക്കും ബ്ലഡ് പ്രഷർ വരുന്നു, ഷുഗർ വരുന്നു, മെമ്മറി പ്രശ്നം വരുന്നു, ചിലർ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ചിലർക്ക് തലച്ചോറ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നു, ഇനി പരീക്ഷയിൽ തോറ്റുപോകുന്നു. എന്തിനേറെ പറയുന്നു, വണ്ടി ഇടിച്ച് മരിച്ചാൽ അതും കോവിഡ് വാക്സിൻ എടുത്തിട്ടാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. ഇനി കോവിഡ് വാക്സിൻ എടുത്ത ശേഷം കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ തലച്ചോറ് ബ്ലീഡിംഗ് ഉണ്ടായി, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ടായി, ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നതിന് മുന്നേ ഇത് എത്ര പേർക്ക് വന്നു? കോവിഡ് വാക്സിൻ എല്ലാവരും കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടല്ലേ? ഈ കോവിഡ് വാക്സിൻ എടുത്തതിൽ എത്ര പേർക്ക് ഇതൊക്കെ വന്നു? അല്ലെങ്കിൽ ഈ വന്നവർ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടായവർ, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിച്ചവർക്ക് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇതൊന്നും ആലോചിക്കാതെ ഇതൊക്കെ കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന പേരിൽ ഇത്രയധികം വാക്സിൻ ഭീതി ജനങ്ങളുണ്ടാക്കിയതും ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്, അല്ലേ? ഇതേ മാധ്യമങ്ങൾ തന്നെ ഈ ക്യാൻസർ വാക്സിൻ ഇത്രയധികം പ്രതീക്ഷയോടെ കാണുന്നത് തികച്ചും ആശാവഹമാണ്, അല്ലേ? അതുപോട്ടെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം, ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ടായി. റഷ്യ ഇങ്ങനെ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തോ, ഏത് ക്യാൻസറിനെതിരെയാണ്, അല്ലെങ്കിൽ ഒരൊറ്റ വാക്സിൻ അല്ലെങ്കിൽ 1-2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഇനി ക്യാൻസർ വരില്ലേ, ക്യാൻസറിന് ഇതിന് മുന്നേ വാക്സിൻ ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ എന്നാണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ വാക്സിൻസ് കിട്ടുക, ഇങ്ങനെ പല പല സംശയങ്ങൾ പലർക്കും ഉണ്ടായി തുടങ്ങി. അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച കാണാനിടയായി. കേരളത്തിലൊരു പ്രമുഖ മാധ്യമം, അവരുടെ മുഖമുദ്ര തന്നെ വാക്സിൻ വിരുദ്ധതയാണ്. ജനങ്ങളിൽ എത്രമാത്രം അകാരണമായ വാക്സിൻ ഭീതി ഉണ്ടാക്കാൻ പറ്റുമോ അത്രമാത്രം അതിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ആ ചാനൽ പോലും വളരെയധികം പ്രതീക്ഷയോടെയാണ് പുടിൻ്റെ പ്രഖ്യാപനത്തെ കാണുന്നത്. റഷ്യയുടെ രക്ഷാകവചം എന്ന പേരിൽ ഒരു അന്ത്യചർച്ചയൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ അതിൽ മെയിൻ ആങ്കർ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടാണ് ലോകത്തിൽ ക്യാൻസർ വാക്സിൻ വികസിപ്പിക്കുന്നതെന്നാണ്. നമ്മൾ സാധാരണ ഡിസ്കഷന് പോകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഗൂഗിളിനോടെങ്കിലും ചോദിക്കണ്ടേ ക്യാൻസറിന് വാക്സിൻ ഉണ്ടോ എന്നുള്ള കാര്യം? അത്രമാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ ശാസ്ത്രബോധം. നമ്മൾ ക്യാൻസർ വാക്സിനെ കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള വാക്സിനാണ് ഉള്ളത്. ഒന്ന് പ്രിവെൻറ്റീവ് ക്യാൻസർ വാക്സിനും 2 തെറാപ്യൂട്ടിക് ക്യാൻസർ വാക്സിനും. ഈ പ്രിവെൻറ്റീവ് ക്യാൻസർ വാക്സിൻ എന്ന് പറയുമ്പോൾ ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരില്ല. തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത്, ഏതെങ്കിലും ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് എന്നിട്ട് ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാൻസർ അധികം പ്രോഗ്രസ്സേ ഇല്ല, മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം നല്ല ഫലപ്രദമായിരിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100-ലധികം ക്യാൻസർ ഉണ്ട്. ഏതെങ്കിലും ക്യാൻസറിന് വാക്സിൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ആ വാക്സിൻ എടുത്താൽ ആ ക്യാൻസറിനെ മാത്രമേ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ക്യാൻസർ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ക്യാൻസറിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് ക്യാൻസർ വാക്സിൻ ഏതാണെന്ന് നോക്കാം. അത് HPV വാക്സിനാണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടാണ് സെർവൈക്കൽ ക്യാൻസർ, അല്ലെങ്കിൽ ഗർഭാശയ മുഖ ക്യാൻസർ, അല്ലെങ്കിൽ പലതരം ഫീമെയിൽ ജെനിറ്റൽ ഏരിയയിൽ ഉണ്ടാകുന്ന പലതരം ക്യാൻസറുകൾ, ത്രോട്ട് ക്യാൻസർ, ഇതൊക്കെ ഈ വൈറസ് മൂലമാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്യാൻസറിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് 2006 മുതലാണ്, അതായത് 18 വർഷം മുന്നേ ഈ വാക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 140ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. മാത്രമല്ല ഏകദേശം 50ഓളം രാജ്യങ്ങൾ അവരുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് ഈ വാക്സിൻ ഇപ്പോൾ സൗജന്യമായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് തെറാപ്പറ്റിക് ക്യാൻസർ വാക്സിൻ എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാൻസറിൻ്റെ പ്രോഗ്രഷൻ കുറച്ചൊന്ന് കുറയും, മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് നല്ല എഫക്റ്റീവ് ആവുകയും ചെയ്യും.
അതിന് ഇപ്പം വിപണിയിൽ 2 വാക്സിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സിപ്പില്യൂസിൽ ടി, ഇത് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. 2 BCG വാക്സിൻ, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന BCG വാക്സിൻ തന്നെയാണ് ഇത്. പക്ഷേ ബ്ലാഡറിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലാഡർ ക്യാൻസർ, ഏർലി സ്റ്റേജസ് ഓഫ് ബ്ലാഡർ ക്യാൻസർ നല്ല എഫക്റ്റീവായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് റിസർച്ച് നടക്കുന്നത് പേഴ്സണലൈസ്ഡ് ക്യാൻസർ വാക്സിൻ. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ക്യാൻസർ ഉണ്ടായെങ്കിൽ അയാളുടെ ക്യാൻസർ കോശങ്ങളെ എടുത്തിട്ട് mRNA ആയിട്ട് യോജിപ്പിച്ചിട്ട് അവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് കൂട്ടുക. ആ നിലയ്ക്കാണ് ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസും അല്ലെങ്കിൽ റിസർച്ച് നടക്കുന്നത്. മെലനോമ പോലത്തെ സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ ലങ് ക്യാൻസർ, ഇതിലൊക്കെ ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുണ്ട് മെർക്ക് പോലത്തെ കമ്പനികൾ. പക്ഷേ ഇത് വിപണിയിൽ എത്തിയിട്ടില്ല എന്ന് മാത്രം. ഇതിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് ഇപ്പോൾ നടക്കുന്നത്. ഇത്തരത്തിലൊരു വാക്സിനാണ് റഷ്യ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ വികസിപ്പിച്ചു എന്ന് പറയുന്നത്. ഇനി എന്താണ് ശരിക്കും റഷ്യൻ ക്യാൻസർ വാക്സിൻ? റഷ്യ ഇങ്ങനെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ, അതോ ഇപ്പോഴത്തെ യുദ്ധത്തിൽ നിന്ന് ആൾക്കാരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണോ? അങ്ങനെ സംശയിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും റഷ്യൻ ഹെൽത്ത് മിനിസ്റ്റർ പുറത്തുവിട്ട ഡേറ്റ അനുസരിച്ച് ഇതൊരു mRNA വാക്സിനാണ്. അതായത് തെറാപ്യൂട്ടിക് വാക്സിനാണ്. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനല്ല, ക്യാൻസർ വരാതെ നോക്കാനല്ല, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു വാക്സിൻ മാത്രമാണ്. ഇത് ആൾക്കാർക്ക് ഫ്രീ ആയി കൊടുക്കും. ഈ 2 കാര്യങ്ങൾ മാത്രമേ റഷ്യൻ മിനിസ്ട്രി അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് പുറത്തുവിട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചാനലുകൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ കഥകൾ മീതുണ്ടാക്കുന്നതാണ്. പല രാജ്യങ്ങളും ഈ mRNA ബേസ്ഡ് ക്യാൻസർ വാക്സിൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ റഷ്യയുടെ ഈ പ്രഖ്യാപനം ലോകം അല്ലെങ്കിൽ ശാസ്ത്രലോകം വളരെ പ്രതീക്ഷയോടെ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ കണ്ടു ഈ mRNA ബേസ്ഡ് ക്യാൻസർ വാക്സിൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസ്ഡ് ക്യാൻസർ വാക്സിനാണ്. അതായത് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകതര ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ആ ക്യാൻസർ സെൽസിനെ പുറത്തെടുത്തിട്ട് പുറത്തെ ലാബിൽ വെച്ച് അയാളുടെ തന്നെ ഇമ്മ്യൂൺ സെൽസിനെ ഈ ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് നല്ല ടൈം എടുക്കും. ഏകദേശം 1 മുതൽ 1.5 മാസം വരെ എടുക്കും. ഈ ടൈം വെറും 2 മണിക്കൂറാക്കി കുറച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി വെറും 2 മണിക്കൂറായി കുറച്ചു. അതുകൊണ്ട് തന്നെ ഒരു ക്യാൻസർ ചികിത്സാ രംഗത്ത് ഒരു കുതിച്ചുചാട്ടമാണ് എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. റഷ്യ പുതുതായിട്ടൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്യല്ല ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? റഷ്യ ഒരു ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. 2, റഷ്യ കണ്ടുപിടിച്ചെന്ന് അവകാശപ്പെടുന്നത് ഒരു ക്ലിനിക്കൽ ട്രയൽസ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിന് പേഷ്യൻസിൽ പരീക്ഷിച്ചിട്ട് അത് ഫലപ്രദമാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അവർ മൊത്തത്തിൽ പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു mRNA ബേസ്ഡ് വാക്സിൻ, അത് പല രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ആ വാക്സിൻ ഏകദേശം നേരത്തെ പറഞ്ഞാൽ 1.5 അല്ലെങ്കിൽ 2 മാസം എടുക്കും സാധാരണയായിട്ട് ഒരു ഇൻഡിവിജ്വലിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരത് വെറും 2 മണിക്കൂർ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, അങ്ങനെ കണ്ടുപിടിച്ചെന്ന് മാത്രമാണ് അവർ അവകാശപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റഷ്യയുടെ ഈ അവകാശവാദങ്ങൾ സത്യമാകട്ടെ, ഇത് ക്യാൻസർ ചികിത്സയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം കൂടുതൽ ന്യൂസിനായിട്ട്, അല്ലേ?